ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചൈനീസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രൈഡ് റൈസാണ് ഇന്നത്തെ റെസിപ്പി. ഞാൻ എഗ് ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും രണ്ടും ഇതിൽ കാണിച്ചു തരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ബസ്മതി അരി ഒന്ന് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാസറോളിൽ 8 കപ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് അരിയാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ 8 കപ്പ് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കുതിർത്ത് വെള്ളം കളഞ്ഞ ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 വേവ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. മുഴുവനായിട്ടും വെന്ത് പോയരുത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു 1/4 വേവ് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതേ കാസറോളിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേ സമയത്ത് ഒരു പകുതി ക്യാപ്സിക്കം, 7-8 ബീൻസ്, പിന്നെ 1 ക്യാരറ്റ് ചെറുത്, 1 ചെറിയ സവോള, 1 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അധികം സോട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്രഞ്ചി ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ കുക്കിങ്ങൊക്കെ വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിക്കാം. ഞാനിതിൽ കൂടുതൽ സോസസ് ഒന്നും ചേർക്കുന്നില്ല. ആകെ ഞാനിതിൽ സോയ സോസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുക. അധികം മസാലയൊന്നും ചേർക്കാതെയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടുക. അപ്പോൾ ആ ഒരു ലുക്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോസസ് ഒന്നും കൂടുതൽ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് സോസസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കൈപ്പിടി സ്പ്രിംഗ് ഓണിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പം എനിക്ക് ഇവിടെ വെജ് ഫ്രൈഡ് റൈസ് വേറെ തന്നെ വേണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ മുട്ട ചേർക്കാതിരുന്നത്. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഗ് ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് സോട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് വെജ് ഫ്രൈഡ് റൈസ് വേറെ തന്നെ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പാനിൽ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് 1 പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകുതി
ചോറും ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ പകുതി പോർഷൻ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ നമ്മളെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഇതേപോലെ നിങ്ങൾക്കിതിൽ ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് അതും വേവിച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ അത് ചിക്കൻ ഫ്രൈഡ് റൈസ് കൂടിയായി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ എഗ് ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.